നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഓരോരോ വിവരങ്ങൾ പുറത്തു വരികയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് അനുനിമിഷം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും മുരാരി ബാബു എന്ന അമ്പലക്കള്ളനെ പറ്റിയുള്ള വാർത്തകൾ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മുരാരി ബാബുവിൻ്റെ വളർച്ചയെപ്പറ്റിയും നമ്മൾ വളരെ ബ്രീഫ് ചെയ്ത് പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. അതിൽ ഒരു വലിയ പുരോഗതി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. കാരണം മുരാരി ബാബുവിൻ്റെ ഈ 2018 ശേഷമുള്ള അതിസമ്പന്നനായി മാറിയ കഥയുടെ പിന്നാമ്പുറങ്ങൾ തേടി ആദായ നികുതി വകുപ്പും കേന്ദ്ര ഏജൻസിയായ ഇഡിയും വരുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയായി നമുക്ക് പറയാനുള്ളത്. എന്തായാലും വാച്ചർ ജോലി ഉപേക്ഷിച്ച് പോലീസിൽ പോയി പോലീസിലെ കടുത്ത ട്രെയിനിങ് ഭയന്ന് വീണ്ടും ദേവസ്വം ബോർഡിലെത്തി ദേവസ്വം ബോർഡിലെ പ്രധാനിയായിരുന്ന അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിക്കാരനായിരുന്ന മുൻ മന്ത്രി കൂടിയായിരുന്ന ഒരു വ്യക്തിയുടെ, അതായത് ആ വ്യക്തിയുടെ പേര് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു, മുൻ മന്ത്രിയും NSSന്റെ മുൻ പ്രസിഡന്റുമായിരുന്ന N ഭാസ്കരൻ നായരുടെ ആശീർവാദത്തിൽ പിൻവാതിൽ നിയമനത്തിലൂടെ വീണ്ടും ദേവസ്വം ബോർഡിൽ ഒരു വാച്ചറായി കയറിയ മുരാരി ബാബു ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയ സമയത്ത് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വാച്ചറായി പിന്നീട് ക്ലർക്കായി ഭാസ്കരൻ നായരുടെ ഇടപെടലിൽ സ്ഥിരം ജോലി കിട്ടി. പിന്നീട് വിവിധ പ്രമോഷനുകൾ അടിക്കടി മുരാരി ബാബുവിന് ലഭിച്ചുകൊണ്ടിരുന്നു. സ്വാഭാവികമായും അങ്ങനെ ഡെപ്യൂട്ടി കമ്മീഷണർ പദവിയിൽ വരെ എത്താൻ ഈ അമ്പലക്കള്ളന് സാധിച്ചു. 2018 ശേഷമാണ് ഇയാളുടെ സാമ്പത്തിക വളർച്ച റോക്കറ്റ് പോലെ കുതിച്ചുയർന്നത്. എന്തായാലും NSS നേതൃത്വവുമായുള്ള അടുത്ത ബന്ധം മുരാരി ബാബുവിനെ പലപ്പോഴും തുണ ചെയ്തിട്ടുണ്ട്. ആചാര ലംഘന സമയത്ത് ശബരിമലയിൽ 2018 യുവതീ പ്രവേശനം നടത്താനുള്ള ഒരു ശ്രമങ്ങളൊക്കെ നടന്നപ്പോൾ യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം താനാണ്. താൻ ഒറ്റൊരാൾ അവിടെ കടും പിടുത്തം പിടിച്ചിട്ടാണ് സർക്കാരിനോ മറ്റ് അതോറിറ്റീസിനോ ശബരിമലയിൽ ഈ യുവതികളെ പ്രവേശിപ്പിക്കാൻ സാധിക്കാത്തത് എന്ന തരത്തിലേക്കുള്ള ഒരു സന്ദേശം NSSന്റെ ആസ്ഥാനത്ത് കൈമാറാനും അതുവഴി NSSുമായി വലിയ ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാനും ഈ മുരാരി ബാബുവിന് സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല, നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു, അടുത്ത ഈ PS പ്രശാന്തിൻ്റെ കാലം കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ, ഭരണ സമിതിയുടെ കാലാവധി കഴിഞ്ഞാൽ അതിനുശേഷം മുരാരി ബാബു NSSന്റെ ആശീർവാദത്തോടുകൂടി സ്വാഭാവികമായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്താനിരുന്ന ഒരു കക്ഷിയാണ്. പക്ഷേ അയ്യപ്പൻ്റെ ഇടപെടൽ ഇതെല്ലാം തന്നെ പൊളിച്ചിരിക്കുന്നു. ഈ അമ്പലക്കള്ളൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ അവിടെ ഭഗവാന്റെ പ്രതിഷ്ഠ കാണുമായിരുന്നു എന്ന ഒരു സംശയം കൂടി നമ്മൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിൽ വെക്കുകയാണ്. സ്വാഭാവികമായും മുരാരി ബാബുവിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ തേക്ക് കൊട്ടാരം അല്ലെങ്കിൽ 2018 ശേഷമുള്ള റോക്കറ്റ് പോലെയുള്ള അനധികൃതമായിട്ടുള്ള സമ്പാദനങ്ങൾ ഇതെല്ലാം തന്നെ അന്വേഷിക്കാൻ ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എത്തുന്നു. അങ്ങനെ മുരാരി ബാബുവും കൂട്ടാളികളും എല്ലാ തരത്തിലും അക്ഷരാർത്ഥത്തിൽ കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു, പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത.